സമാനതകൾ ഇല്ലാത്ത പൊതുവിപ്ലവം തുറന്നുകാട്ടി മാനവ സ്നേഹത്തിന്റെ ഈറ്റില്ലമായ വിപ്ലവ കേരളം മുന്നോട്ട് നയിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഇച്ഛാശക്തിയുള്ള നവകേരളം കെട്ടിപ്പടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടുകൂടി മുന്നോട്ട്. ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി ചെല്ലുന്നത് ശബരിമല ചൂണ്ടിക്കാട്ടിയോ രാമക്ഷേത്രം ചൂണ്ടിക്കാട്ടിയോ അല്ല, മറിച്ച് ഞങ്ങൾ എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി നവീകരിച്ച ഡിജിറ്റൽ സ്കൂളുകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് ക്ലാസ് റൂമുകളുള്ള സ്കൂളുകൾ കേരളത്തിന്റേതാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയും. സർക്കാർ ആശുപത്രികൾ ആധുനീകരിച്ച് വിപ്ലവം സൃഷ്ടിച്ചതിനെപ്പറ്റി ജനങ്ങൾക്ക് മുന്നിൽ ചൊല്ലിക്കൊടുക്കും. ക്ഷേമ പെൻഷനുകൾ ഇരട്ടിയാക്കിക്കൊണ്ടും വൃദ്ധജനങ്ങളിൽ അനുഭവപ്പെടുന്ന സന്തോഷങ്ങള് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. PSC വഴി നിയമനം നടത്തിയതിന്റെ എണ്ണം അഭിമാനത്തോടെ ജനങ്ങളോട് പറയും. പൂട്ടിക്കിടന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്ന് തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് ലാഭത്തിലാക്കിയതിന്റെ നേട്ടം ജനങ്ങളോട് പറയും. ഗെയിൽ പൈപ്പിന്റെ സവിശേഷത എന്തെന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കും. ദേശീയപാത വികസനത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ പ്രശംസ നേടിയതിനെ ജനങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തും. ഇടമൺ കൊച്ചി വൈദ്യുതി ലൈൻ പൂർത്തീകരിച്ച വിപ്ലവകരമായ നേട്ടം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയാക്കി ജനങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കും. ദളിതനെ ശാന്തിക്കാരനാക്കിയ പുരോഗമന ആശയത്തിന്റെ വിപ്ലവം പറയും. സമ്പൂർണ്ണ വൈദ്യുത സംസ്ഥാനമാക്കി കേരളത്തിനെ പ്രകാശപൂരിതമാക്കിയതിനെ അഭിമാനത്തോടുകൂടി ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടും. ഒപ്പം സമ്പൂർണ്ണ വെളിയുടെ വിസർജന മുക്തമാക്കിയ സംസ്ഥാനത്തിന്റെ കഥ പറയും. കേരള ബാങ്ക് ഉണ്ടാക്കിയ സംസ്ഥാനത്തിന് കോടികളുടെ ലാഭമുണ്ടാക്കിയ കാര്യം ജനങ്ങളോട് പറയും. അന്ന് ആ പ്രളയകാലത്ത് സംരക്ഷണ കവചം തീർത്ത് കേരളത്തിനെ സുരക്ഷിതമായി താങ്ങി നിർത്തിയ മഹാനായ ആ മുഖ്യമന്ത്രിയെപ്പറ്റി ജനങ്ങളോട് പറയും. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളെ ഒരുമിപ്പിച്ച് മതേതരത്വത്തിന്റെ സന്ദേശങ്ങൾ പാടിപ്പുകഴ്ത്തും. നിപ്പ എന്ന മഹാദുരന്തത്തിന് നേരിട്ട് ജനങ്ങൾക്ക് ആരോഗ്യ ജീവിതം പ്രദാനം ചെയ്തതിനെപ്പറ്റി ജനങ്ങളോട് പറയും. ഓഖിയിൽ മരണപ്പെട്ട കുടുംബത്തിന് 20 ലക്ഷം കൊടുത്ത് ആശ്രിതർക്ക് ജോലിയും മാസങ്ങൾക്കുള്ളിൽ കൊടുത്ത് ജനപ്രശംസ നേടിയതിനെ ജനങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തും. ലക്ഷക്കണക്കായ ഭവനരഹിതർക്കും പാർപ്പിട സമുച്ചയം പണിതുകൊടുത്ത് സുരക്ഷിതമാക്കുന്നതിന്റെ കണക്ക് ജനങ്ങളോട് പറയും. കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിനോടൊപ്പം കൂടെ നിൽക്കുന്ന ജനവിഭാഗത്തിന് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞുകൊടുക്കും. അതിലൂടെ കേരള സംസ്ഥാനത്തിന് മാതൃകാപരമായി ചെറുത്തുനിൽപ്പിന്റെ നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ നേടിയെടുത്തതിനെ ജനങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തും. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയതിന്റെ പൂർത്തീകരണത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനെ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാക്കിയതിന്റെ കഥ അഭിമാനത്തോടുകൂടി ജനങ്ങളോട് പറയും. പൊതുഗതാഗത രംഗത്ത് വാട്ടർ ടാക്സിയിലൂടെ വിപ്ലവാത്മകമായി ചലനം നടത്തിയത് ജനങ്ങളോട് പറയും. ഇടതുപക്ഷ മതേതര ജനാധിപത്യ മുന്നണിയുടെ കുതിപ്പിനെ തടയാൻ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ശത്രുക്കളുടെ മുന്നിൽ വിജയത്തിന്റെ പതാകകളെ പാറിപ്പറപ്പിക്കും. എന്നിട്ടും അവർക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ അവർ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടുകൂടി ജനങ്ങളിലേക്ക് വികസന കുതിപ്പുമായി ഇറങ്ങിച്ചെന്നുകൊണ്ടേയിരിക്കും.